ഒന്ന് നിൽക്കൂ, ഒരു നിമിഷം ഒന്ന് ശ്വാസമെടുക്കൂ. ആഴമായി, മൃദുവായി, പതുക്കെ. ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ വാക്കുകൾ നിങ്ങളെ തേടി വന്നതാണ്. ഇവിടെ ധൃതിയില്ല, ഇവിടെ പരീക്ഷയില്ല, ഇവിടെ ഒരു ന്യായവിധിയുമില്ല. ഇവിടെ ഉള്ളത് ഒരു ശാന്തമായ ഇടം മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയ ഒരു ഇടം. നിങ്ങളിപ്പോൾ എവിടെയാണ്? ഒരുപക്ഷെ കിടക്കയിലാകാം, ജോലിസ്ഥലത്തിൻ്റെ ഒരു മൂലയിലാകാം, ബസ്സിലോ വണ്ടിയിലോ ആകാം, അടുക്കളയിലാകാം. എവിടെയാണെങ്കിലും ഈ നിമിഷത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ ഉറപ്പ് കേൾക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് നാളെയിലാണ്. ഇന്നിവിടെ ഇരിക്കുമ്പോഴും ചിന്തകൾ നാളെയെക്കുറിച്ചാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു മാസം കഴിഞ്ഞാൽ? ഒരു വർഷം കഴിഞ്ഞാൽ? ഈ ചോദ്യങ്ങൾ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കറക്കം ക്ഷീണിപ്പിക്കുന്നു. അത് മനസ്സിലാക്കാം. ഈ പ്രാർത്ഥന ആ ചിന്തകളെ നിർത്താൻ വേണ്ടിയല്ല. ഈ പ്രാർത്ഥന ആ ചിന്തകളുടെ ഇടയിലേക്ക് ഒരു ശാന്തത കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഒരു കൈപിടിക്കൽ, ഒരു ചേർത്ത് നിർത്തൽ, ഒരു മൃദുവായ ശബ്ദം നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഇപ്പോൾ ഇവിടെ ഇരുന്നാൽ മതി. നാളെ. ആ ഒരു വാക്ക്, ചെറിയ ഒരു വാക്ക്, പക്ഷേ ചിലപ്പോൾ ആ വാക്ക് ഒരു മല പോലെ തോന്നും. ഒരു മല, ഇരുട്ടിൽ മൂടിയ ഒരു മല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ചിന്ത, ഇന്ന് എന്ത് സംഭവിക്കും? ജോലിക്ക് പോകുന്ന വഴിയിൽ ഈ ജോലി എത്ര നാളുണ്ടാകും? ഭക്ഷണം കഴിക്കുമ്പോൾ നാളത്തെ ഭക്ഷണത്തിന് എന്ത് ചെയ്യും? രാത്രി കിടക്കുമ്പോൾ നാളെ ഞാൻ നേരിടേണ്ട കാര്യങ്ങൾ. ഈ ചിന്തകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഒരു നിമിഷം പോലും ഇടവേളയില്ല. ഒരുപക്ഷെ സാമ്പത്തികമായ ആശങ്കയാകാം. കയ്യിലുള്ളത് മതിയാകുമോ? കടങ്ങൾ, EMI-കളുകൾ, മക്കളുടെ പഠനച്ചെലവ്, ആരോഗ്യ ഇൻഷുറൻസ്. ഈ കണക്കുകൾ തലയ്ക്കുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറക്കത്തിലും ആ കണക്കുകൾ. ഒരുപക്ഷെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയമാകാം. ഒരു പരിശോധനാ ഫലം കാത്തിരിക്കുന്നതാകാം. ശരീരത്തിലെ ഒരു വേദന, ഒരു ലക്ഷണം. ഇതെന്തെങ്കിലും ഗുരുതരമായിരിക്കുമോ എന്ന ചോദ്യം. ഒരുപക്ഷെ ഒരു ബന്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ചാകാം. ഈ ബന്ധം നിലനിൽക്കുമോ? ഈ വ്യക്തി എന്നെ ഉപേക്ഷിക്കുമോ? ഞാൻ ഒറ്റയ്ക്കാകുമോ? ഈ ആശങ്കകൾ ഉടലെടുക്കുന്നത് നിങ്ങൾ ബലഹീനരായതുകൊണ്ടല്ല. ഈ ആശങ്കകൾ ഉടലെടുക്കുന്നത് നിങ്ങൾ ചുമതലാബോധമുള്ളവരായതുകൊണ്ടാണ്. നിങ്ങൾ കരുതുന്നതുകൊണ്ടാണ്. നിങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ആ കരുതൽ, ആ സ്നേഹം ചിലപ്പോൾ ഒരു ഭാരമായി മാറും. ആ ഭാരം ഇപ്പോൾ ഇറക്കി വെക്കേണ്ട സമയമാണ്. ഈ നിമിഷത്തിൽ ഒരു സത്യം ഓർക്കൂ. നിങ്ങളുടെ നാളെ ദൈവത്തിൻ്റെ കൈകളിലാണ്. നിങ്ങളത് കാണുന്നില്ലായിരിക്കാം, അനുഭവിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സംരക്ഷണം യഥാർത്ഥമാണ്. ആ സംരക്ഷണം ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്, നാളെയും ഉണ്ടാകും. ചിന്തിച്ചു നോക്കൂ. ഇന്നലെ നിങ്ങൾ ഭയപ്പെട്ട എത്ര കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചില്ല? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ആശങ്കപ്പെട്ട എത്ര കാര്യങ്ങൾ ഒഴിവായി? ഒന്നും സംഭവിക്കാതെ പോയതും ഒരു സംരക്ഷണമാണ്. ഒരു അപകടമുണ്ടാകാതിരുന്നത്, ഒരു രോഗം പിടിപെടാതിരുന്നത്, ഒരു ബന്ധം തകരാതിരുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ കൈകൾ നിങ്ങളെ താങ്ങിയതുകൊണ്ടാണ്. ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നു, നാളത്തെ വഴി ഒരുക്കുന്നു. നിങ്ങൾ ഇനിയും എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിൽ ദൈവം ഇപ്പോൾ തന്നെ ഉണ്ട്. ദൈവം നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നു. ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് കാക്കുന്നു. ദൈവം നിങ്ങളുടെ ചുറ്റിലും ഒരു കോട്ട പോലെ നിൽക്കുന്നു. കാണാത്ത ശത്രുക്കളിൽ നിന്ന് മറയ്ക്കുന്നു. നിങ്ങൾ നാളെ ഭയപ്പെടുമ്പോൾ ദൈവം ഇതാ ഇപ്പോൾ ഇവിടെയുണ്ട്. നാളെ എന്ത് സംഭവിച്ചാലും ദൈവം അവിടെയുമുണ്ടാകും. ആ സാന്നിധ്യം മാറില്ല. ആ കാവലൊഴിയില്ല. ആ സ്നേഹം തണുക്കില്ല. യേശു ഒരിക്കലൊരു കാര്യം പറഞ്ഞു, വളരെ ലളിതമായി, വളരെ മൃദുവായി. നാളത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. നാളത്തിനുള്ള ആശങ്ക നാളെ നോക്കിക്കൊള്ളു. ഓരോ ദിവസത്തിനും അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട്. ഒന്നുകൂടി കേൾക്കൂ, പതുക്കെ. നാളത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. ഒരു ദൃശ്യം മനസ്സിൽ വരുന്നു. ഒരു കൂട്ടം ആളുകൾ ഒരു മലയുടെ ചരിവിലിരിക്കുന്നു. അവരുടെ മുഖത്ത് ക്ഷീണമുണ്ട്, ആശങ്കയുണ്ട്. നാളെ ഭക്ഷണമുണ്ടാകുമോ? നാളെ ജോലി ഉണ്ടാകുമോ? നാളെ ശത്രുക്കൾ വരുമോ? ഈ ചോദ്യങ്ങൾ അവരുടെ മുഖത്ത് എഴുതിയിട്ടുണ്ട്. യേശു അവരെ നോക്കുന്നു. ഒരു പക്ഷിയെ ചൂണ്ടിക്കാണിക്കുന്നു. ആ പക്ഷി ഒരു ചെറിയ പക്ഷി ആകാശത്ത് പറക്കുന്നു. ആ പക്ഷിക്ക് ഗോഡൗൺ ഇല്ല, സേവിങ്സ് ഇല്ല, പ്ലാൻ ഇല്ല. പക്ഷെ ദൈവം ആ പക്ഷിയെ പോറ്റുന്നു, ദിവസവും, എല്ലാ ദിവസവും. യേശു ഒരു പൂവിനെ ചൂണ്ടിക്കാണിക്കുന്നു. വയലിലെ ഒരു ലില്ലി. ആ പൂവ് നൂൽ നൂൽക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല,
പക്ഷേ ശലോമോൻ രാജാവിൻ്റെ വസ്ത്രങ്ങളെക്കാൾ ആ പൂവ് സുന്ദരമാണ്. യേശു പറയുന്നു, ഈ പക്ഷിയെ ദൈവം നോക്കുന്നുവെങ്കിൽ, ഈ പൂവിനെ ദൈവം അണിയിക്കുന്നുവെങ്കിൽ, നിങ്ങളെ ദൈവം എത്രയധികം നോക്കും, എത്രയധികം കരുതും. ഈ വാക്കുകൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം ദൈവത്തിൻ്റെ കൈകളിലിരിക്കട്ടെ. ഇപ്പോൾ ഈ നിമിഷം ശ്വസിക്കൂ. നാളെക്കുറിച്ചുള്ള ആശങ്ക നിങ്ങൾ മാത്രമല്ല ചുമക്കുന്നത്, നിങ്ങളുടെ കുടുംബവും ആ ഭാരം പേറുന്നുണ്ട്. നിങ്ങളുടെ അമ്മ ചിലപ്പോൾ രാത്രി ഉറങ്ങാതെ കിടക്കുന്നുണ്ടാകാം. എൻ്റെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകുമോ എന്ന ചോദ്യം ആ ഹൃദയത്തിൽ കറങ്ങുന്നുണ്ടാകാം. നിങ്ങളുടെ അച്ഛൻ ഒരിക്കലും പുറത്തു കാണിക്കാത്ത ആ ഭാരം ചുമലിൽ പേറുന്നുണ്ടാകാം. ഇനി എത്ര നാൾ ഈ കുടുംബം നോക്കാൻ എനിക്ക് ശക്തിയുണ്ടാകും എന്ന ചിന്ത. നിങ്ങളുടെ മക്കൾ, അവരുടെ ചെറിയ ലോകത്ത് അവരുടേതായ നാളകളെക്കുറിച്ചുള്ള ഭയമുണ്ട്. പരീക്ഷകൾ, റിസൾട്ടുകൾ, ഭാവി, ജോലി, ജീവിതം. ഈ വലിയ വാക്കുകൾ അവരുടെ ചെറിയ ചുമലിൽ ഭാരമായിരിക്കുന്നു. നിങ്ങളുടെ ഇണ ദിവസവും നിങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നു. അവരുടെ ഉള്ളിലും നാളെ എന്ന ചോദ്യമുണ്ട്. ജോലിസ്ഥലത്ത് നാളെ വരാൻ പോകുന്ന ഒരു മീറ്റിംഗ്, ഒരു ഡെഡ്ലൈൻ, ഒരു തീരുമാനം, ഇതെല്ലാം ചിന്തയിലുണ്ട്. യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ സുരക്ഷിതമായി എത്തുമോ എന്ന ഭയം. വാർത്തകൾ കാണുമ്പോൾ ഈ ലോകം ഇനിയും ക്രൂരമാകുമോ എന്ന ആശങ്ക. പക്ഷെ ഒരു കാര്യം ഓർക്കൂ, ആ പക്ഷി, യേശു ചൂണ്ടിക്കാണിച്ച ആ ചെറിയ പക്ഷി നാളെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല. അതിന്ന് പറക്കുന്നു, ഇന്ന് പാടുന്നു, ഇന്ന് ജീവിക്കുന്നു. ദൈവം അതിനെ ഇന്ന് പോറ്റി നാളെയും പോറ്റും. അതുപോലെ നിങ്ങളെയും, നിങ്ങളുടെ കുടുംബത്തെയും, നിങ്ങളുടെ ഓരോരുത്തരെയും. കർത്താവേ, ഈ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കുന്ന ഈ മനുഷ്യനെ, ഈ ഹൃദയത്തെ നിൻ്റെ കൈകളിൽ ചേർത്ത് പിടിക്കണമേ. അവരുടെ ചിന്തകളിൽ ഒരു ശാന്തത പകരണമേ. ആ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ, ആ നാളെ എന്ന ഭയം ഒന്ന് പതുക്കെയാക്കണമേ. ഇന്ന്, ഈ ദിവസം, ഈ ഒരു ദിവസം മാത്രം ഈ മനുഷ്യന് ശാന്തി നൽകണമേ. നാളെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്, നാളത്തെ ഭാരം ഞാൻ ചുമക്കാമെന്ന് അവരുടെ ഉള്ളിൽ മൃദുവായി, ശാന്തമായി മന്ത്രിക്കണമേ. അവരുടെ ശ്വാസത്തിൽ ഈ നിമിഷത്തിൻ്റെ സമാധാനം നിറയ്ക്കണമേ. അവരുടെ ഉറക്കത്തിൽ ഭയമില്ലാത്ത വിശ്രാന്തി നൽകണമേ. അവരുടെ ഉണരലിൽ പ്രത്യാശയുടെ പ്രകാശം ഉദിക്കട്ടെ. ഇന്ന്, ഈ ദിവസം മതിയായ അനുഗ്രഹം നൽകണമേ. ഈ ദിവസത്തിന് വേണ്ടത് ഈ ദിവസത്തിൽ തന്നെ നൽകണമേ. കർത്താവെ, ഈ മനുഷ്യൻ്റെ കുടുംബത്തെ കാക്കണമേ. അവരുടെ അമ്മയെ, ആ ഉറക്കമില്ലാത്ത രാത്രികൾ ചിലവഴിക്കുന്ന അമ്മയെ ശാന്തിപ്പെടുത്തണമേ. അവരുടെ അച്ഛനെ, ആ മൗനഭാരം ചുമക്കുന്ന അച്ഛനെ ബലപ്പെടുത്തണമേ. അവരുടെ മക്കളെ, ആ ചെറിയ ഹൃദയങ്ങളെ ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. അവരുടെ ഇണയെ, ആ ക്ഷീണിച്ച ശരീരത്തെയും ആത്മാവിനെയും നിന്റെ ചിറകുകളിൽ വിശ്രമിപ്പിക്കണമേ. ഓരോ വീട്ടിലും നാളെക്കുറിച്ചുള്ള ആശങ്ക ഒഴിഞ്ഞ് ഇന്നത്തെ അനുഗ്രഹത്തിൻ്റെ ബോധം നിറയട്ടെ. ദൂരെയുള്ളവരെയും അടുത്തുള്ളവരെയും നീ ഓരോരുത്തരെയും ഓരോ ദിവസവും ആ ചെറിയ പക്ഷിയെ പോറ്റുന്നതുപോലെ പോറ്റണമേ. കർത്താവെ, ഞങ്ങൾ ഭയപ്പെട്ട പലതും ഇന്നലെ സംഭവിച്ചില്ല, അതിന് നന്ദി. ഞങ്ങൾ ആശങ്കപ്പെട്ട പലതും ഒഴിവായി, അതിന് നന്ദി. ഒഴിവായ അപകടങ്ങൾക്ക് നന്ദി. ഒഴിവായ രോഗങ്ങൾക്ക് നന്ദി. ഒഴിവായ നഷ്ടങ്ങൾക്ക് നന്ദി. ഒഴിവായ വേർപിരിയലുകൾക്ക് നന്ദി. ഞങ്ങൾ കാണാത്ത സംരക്ഷണത്തിന്, ഞങ്ങൾ അറിയാത്ത വഴിതിരിച്ചു വിടലുകൾക്ക്, ഞങ്ങൾ മനസ്സിലാക്കാത്ത ഇടപെടലുകൾക്ക് നന്ദി. കർത്താവെ, ഞങ്ങൾ ഭയപ്പെട്ട നാളെ വന്നപ്പോൾ ഭയപ്പെട്ടതുപോലെ ആയിരുന്നില്ല. ദൈവം ഇടപെട്ടിരുന്നു. നാളെയും ആ ഇടപെടലുണ്ടാകും. അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ചിലപ്പോൾ ഭയത്തിന് പേരില്ല. അത് നാളെ എന്ന വാക്കിൽ മാത്രം ഒളിഞ്ഞിരിക്കുന്ന ഒരു നിഴലാണ്. എന്തോ ഒന്ന് ശരിയല്ല എന്ന തോന്നൽ, എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന ഭയം. പക്ഷെ അതെന്താണെന്ന് പറയാനാവില്ല. കർത്താവെ, ഈ പേരില്ലാത്ത ഭയങ്ങളെ നീ അറിയുന്നു. ഞങ്ങൾക്ക് വാക്കുകളില്ലാത്ത ഇടത്ത് നിൻ്റെ സ്നേഹം സംസാരിക്കുന്നു. ഈ ഭയങ്ങൾ നിൻ്റെ വെളിച്ചത്തിൽ ഉരുകിപ്പോകട്ടെ. ഈ നിഴലുകൾ നിൻ്റെ സാന്നിധ്യത്തിൽ അലിഞ്ഞു പോകട്ടെ. ഞങ്ങളെല്ലാം അറിയേണ്ടതില്ല, ഞങ്ങൾ നാളെ കാണേണ്ടതില്ല. ഇന്ന് ഈ ഒരു ദിവസം നിൻ്റെ കൈകളിലാണ് എന്ന ഉറപ്പ് മാത്രം ഈ നിമിഷത്തിൽ മതി. ഈ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിപാലന അവസാനിക്കുന്നില്ല. നാളെയും അടുത്ത ആഴ്ചയും
ഏത് ദിവസവും ആശങ്ക ഉള്ളിൽ ഭാരമാകുമ്പോൾ ഈ പ്രാർത്ഥന വീണ്ടും കേൾക്കൂ. ഈ വാക്കുകൾ ഇവിടെയുണ്ട്, ഈ ശാന്തത ഇവിടെയുണ്ട്. ഈ ചാനലിൽ തുടരൂ, ഈ പ്രാർത്ഥനയോടൊപ്പം നടക്കൂ. ഒരു സമ്മർദ്ദവുമില്ല, ഒരു നിർബന്ധവുമില്ല. ആവശ്യമുള്ളപ്പോൾ ഈ ഇടം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇപ്പോൾ പതുക്കെ ശ്വാസം ആഴമാക്കൂ. നാളത്തെ ചിന്തകൾ ഇറക്കി വയ്ക്കൂ. അടുത്ത ആഴ്ചയുടെ ചിന്തകൾ ഇറക്കി വയ്ക്കൂ. അടുത്ത മാസത്തിൻ്റെ ചിന്തകൾ ഇറക്കി വയ്ക്കൂ. ഇപ്പോൾ ഇന്ന് മാത്രമുണ്ട്, ഈ ഒരു നിമിഷം മാത്രമുണ്ട്, ഈ ശ്വാസം മാത്രമുണ്ട്. ഇത് മതി, ഇത് മതി. ആ ചെറിയ പക്ഷി ഇപ്പോഴും പറക്കുന്നു, ആ ലില്ലിപ്പൂ ഇപ്പോഴും വിരിയുന്നു. അവയെ നോക്കുന്ന ദൈവം നിങ്ങളെയും നോക്കുന്നു, ഇന്നും നാളെയും എന്നും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ നാളുകളെ കാക്കട്ടെ. ദൈവം നിങ്ങളുടെ ഇന്നിനെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവം നിങ്ങൾക്ക് മതിയായ അനുഗ്രഹം ഓരോ ദിവസവും നൽകട്ടെ. ഉറങ്ങൂ ശാന്തമായി, വിശ്രമിക്കൂ ഭയമില്ലാതെ. നാളെ ദൈവത്തിൻ്റെ കൈകളിലിരിക്കട്ടെ. ഇന്നും നാളെയും എന്നും എന്നേക്കും. ആമേൻ. നാളത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. ആ പക്ഷിയെ പോറ്റുന്ന ദൈവം നിങ്ങളെയും പോറ്റും. ശുഭരാത്രി. ദൈവസമാധാനം, ദൈവപരിപാലനം എപ്പോഴും നിങ്ങളോടൊപ്പം.